ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും ഇത് സഹായിക്കും. നമ്മുടെ ചർമ്മത്തിനും ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു ക്യൂക്കംബർ ചിയ സീഡ് ജ്യൂസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ജ്യൂസ് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു ജ്യൂസ്. ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ റിഫ്രഷ് ആയിരിക്കാനുള്ള എനർജി ഒക്കെ കിട്ടും. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും ഒരു പരിധിവരെ ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഗുണങ്ങളുള്ള ഈ ജ്യൂസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് കുക്കുംബറാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിയ സീഡാണ്. ഇവിടെ ഒരു 2 സ്പൂണോളം ചിയ സീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് കുതിർത്താനായിട്ട് വെക്കാം. അപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിരാനായിട്ട് വിടുക. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് വീണ്ടും മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഇത് 2ആയിട്ട് മുറിച്ച് ഇതിൻ്റെ പകുതി ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്യുക്കംബർ നന്നായിട്ട് സ്ലൈസ് ആക്കി എടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ഗ്ലാസ് ജ്യൂസിനുള്ള ക്യുക്കംബർ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നടുവ് ഇങ്ങനെ കഷ്ണാക്കി കൊടുക്കാം. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യുക്കംബർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്യുക്കംബർ നമ്മളെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. സ്കിൻ ക്ലിയർ ആകാനും ഇത് സഹായിക്കും. അതുപോലെ നല്ല ഒരു ഡീടോക്സ് ജ്യൂസാണ് കുക്കുംബർ വെച്ചിട്ടുള്ള ഡീടോക്സ് ജ്യൂസ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നമ്മുടെ ദഹനം നന്നായി നടക്കാനായിട്ട് സഹായിക്കും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. മോർണിംഗ് സിക്നസ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഇഞ്ചി നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം വെള്ളമാണ്. ഇതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് നല്ല ജ്യൂസായി കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് അരിച്ച് ഒഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കുതിർത്തി എടുത്തു വെച്ചിട്ടുള്ള ചിയ സീഡ് ഇട്ട് കൊടുക്കുക. ഈ ചിയ സീഡ് ഇട്ട വെള്ളം രാവിലെ കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പം ഞാനൊരു 3 സ്പൂണോളം ചിയ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ ദഹനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നാരങ്ങ നല്ലതാണ്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ചിയ സീഡ് ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനും ഇത് സഹായിക്കും. നമ്മുടെ ചർമ്മത്തിനും ഇത് വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് ഈ ക്യുക്കംബർ ജ്യൂസ്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.